പ്രാഥമിക റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഷഹ്റൈനാവ് എന്ന സ്ഥലത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറന്റിന് പുറത്താണ് സ്ഫോടനം നടന്നതെന്ന് കാബൂൾ പോലീസ് വക്താവ് ഖാലിദ് സദ്രാൻ അറിയിച്ചു. വിദേശികളുടെ താമസ സ്ഥലവും നയതന്ത്ര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണിത്. അഫ്ഗാൻ തലസ്ഥാനത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ ഭാഗങ്ങളിലൊന്നായാണ് ഈ പ്രദേശം കണക്കാക്കപ്പെടുന്നത്. ഷഹ്റൈനാവിലുള്ള ആശുപത്രിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് 20 പേരെ കാബൂളിലെ എമർജൻസി സർജിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. അവിടെ എത്തിക്കുമ്പോൾ തന്നെ ഇവരിൽ 7 പേർ മരണപ്പെട്ടിരുന്നുവെന്നും ഖാലിദ് കൂട്ടിച്ചേർത്തു. ചൈനീസ് റെസ്റ്റോറന്റിന് സമീപമുണ്ടായ സ്ഫോടനം ചൈനീസ് ഉദ്യോഗസ്ഥരുമായി യാത്ര ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമിട്ടുള്ളതായിരുന്നെന്നും താലിബാനിലെ എതിർ വിഭാഗമാണ് ഇതിന് പിന്നിലെന്നും അഫ്ഗാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. 2021 അമേരിക്ക പിൻവാങ്ങിയ ശേഷം അഫ്ഗാന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തിരുന്നു. രാജ്യത്തിന്റെ സുരക്ഷ പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ഇവരുടെ പ്രഖ്യാപനം. താലിബാൻ അധികാരത്തിലെത്തിയതിനു ശേഷം കാബൂളിലും അഫ്ഗാനിസ്ഥാനിലെ മറ്റ് പ്രദേശങ്ങളിലും സ്ഫോടനങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അനുബന്ധ സംഘടനകൾ രാജ്യത്തുടനീളം ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.